നിങ്ങൾക്കെല്ലാവർക്കും ജോൺ വിക്കിനെ അറിയില്ലേ? കിയാനു റീവ്സ് അങ്ങേരുടെ കൂട്ടുകാരൻ്റെ സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആ കൂട്ടുകാരൻ്റെ മരണത്തോടു കൂടിയാണ് കിയാനു റീവ്സ് ജീവിതത്തിൽ ആകെ താറുമാറായി പോയിട്ടുള്ളത്. കൂട്ടുകാരൻ്റെ പേര് റിവർ ഫിനിക്സ് എന്നാണ്. എന്നാൽ ഈ സിനിമയിൽ റിവർ ഫിനിക്സ് അല്ല ഹീറോ, മറ്റൊരു പയ്യനാണ്. ഇത് കുട്ടികളുടെ സിനിമയാണ്, അത് വേറെ കാര്യം. എന്നാൽ ഇത് കുട്ടികളുടെ സിനിമ എന്ന് വിചാരിച്ച് കാണാതിരിക്കാനും പറ്റില്ല. കാരണം നിങ്ങൾ 90s 80s ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കുട്ടിക്കാലം ഈ സിനിമയിൽ കാണാൻ പറ്റും. നിങ്ങളുടെ കുട്ടിക്കാലം ഈ സിനിമയിൽ കാണിക്കുന്ന പോലെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയോ വലിയ ഭാഗ്യവാന്മാരാണ്. എന്തായാലും ഈ സിനിമയുടെ ഒരു വണ്ണം ഞാൻ പറഞ്ഞുതരാം. 4 പയ്യന്മാർക്കും 4 സ്വഭാവങ്ങളുമാണ്. അങ്ങനെ ഇരിക്കെയാണ് അവരുടെ നാട്ടിൽ ഒരു പയ്യനെ മിസ്സാവുന്നത്. എന്നാൽ ഈ മിസ്സായ പയ്യൻ എവിടെയാന്ന് ഈ വികൃതി പിള്ളേരിൽ ഒരുത്തിന് മനസ്സിലായി. അവൻ അവരോട് എല്ലാവരോടും പറയും, നമുക്ക് ആ കുട്ടിയെ കണ്ടുപിടിക്കാനായി പോയാലോ എന്ന്. അതെന്തിനാന്ന് വെച്ചാൽ ആ കുട്ടിയെ കണ്ടുപിടിച്ചാൽ പിന്നെ അവരായിരിക്കും നാട്ടിൽ ഫേമസ് ആവാൻ പോകുന്നത്. അവർക്ക് എങ്ങനെയൊക്കെ പത്രത്തിൽ വരണം, TV-യിൽ വരണം, 4 ആൾ അറിയണം. അതിനായിട്ട് അവർ ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതാണ് സിനിമ. പക്ഷേ ഇതൊരു ചെറിയ ത്രെഡ് ആണെങ്കിലും അവരുടെ യാത്ര അതൊരു നല്ല യാത്രയാണ്. ചിരിക്കാനും ചിന്തിക്കാനും പഴയ ഓർമ്മകളിലേക്ക് പോകാനും ഈ സിനിമ നമ്മളെ സഹായിക്കും. എന്തായാലും നമുക്ക് 1986 റിലീസ് ചെയ്ത സ്റ്റാൻഡ് ബൈ മീ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ വിജനമായിട്ടുള്ളൊരു സ്ഥലം. അവിടെ ഒരു കാറിൽ നമ്മുടെ ഹീറോ ഇരിക്കുകയാണ്. അങ്ങയുടെ പേര് ഗോഡി എന്നാണ്. അങ്ങയുടെ കയ്യിൽ തന്നെ ഒരു പത്രവാർത്തയും കൂടിയുണ്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ആന്റണി ക്രിസ്റ്റഫർ ചേംബേഴ്സ് ഫെയിർലി സ്റ്റേബിൾ ഇൻ റെസ്റ്റോറൻറ്റ്. ആന്റണി ക്രിസ്റ്റഫർ ചേംബറിന് റെസ്റ്റോറൻറ്റിൽ വെച്ച് മാരകമായി കുത്തേറ്റു. അതാരാണ് എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ഈ ന്യൂസ് കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾ ആകെ ശോകമൂകാവും. അപ്പോഴാണ് 2 കുട്ടികൾ സൈക്കിളിൽ മുന്നിലേക്ക് പാസ് ചെയ്ത് പോകുന്നത് കാണുക. അപ്പോഴാണ് ഗോഡി അങ്ങയുടെ പഴയ കാലത്തേക്ക് പോകുന്നത്. 1989 ഞാൻ ആദ്യമായിട്ട് ഒരു ഡെഡ് ബോഡി കാണുന്നത്. അന്ന് ഗോഡിക്ക് വെറും 12 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അന്ന് നമ്മുടെ ഗോഡി അമേരിക്കയിലെ ഒറിഗോൺ എന്ന സ്ഥലത്തുള്ള കാസിൽ റോക്ക് എന്നുള്ള സിറ്റിയിലാണ് ജീവിച്ചിരുന്നത്. അവിടെയാണെങ്കിൽ ആകെ 1281 ആളുകൾ മാത്രമാണ് താമസിച്ചിരുന്നത്. എന്തായാലും നമ്മുടെ കുട്ടി ഗോഡി അവിടെ ഉണ്ടായിരുന്ന ഒരു കടയിൽ നിന്ന് ഒരു മാസിക വാങ്ങി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കാട്ടിലേക്കാണ് ചെല്ലുന്നത്. അത് കാടാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു കാട് തന്നെയാണ്. അവിടെ മരത്തിന്റെ മേലായി ഒരു വീട് കെട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന ഏണിയിലൂടെ കയറി ചെന്ന് അതിന്റെ ഡോറിനിട്ട് ഒരു പ്രത്യേക തരത്തിൽ മുട്ടുന്നേരം അകത്തിന്ന് ആരോ വാതിൽ തുറന്നെടുക്കും. അകത്തേക്ക് ചെല്ലുമ്പോഴാണ് കാണുക 2 പിള്ളേര്. അതിൽ ഈ വെള്ള ടീഷർട്ട് ഇട്ടിരിക്കുന്നവന്റെ പേരാണ് ക്രിസ്. അവനാണ് നമ്മുടെ റിവർ ഫിനിക്സ്. ക്രിസ് ആണെങ്കിൽ ഈ പ്രായത്തിൽ തന്നെ സിഗരറ്റ് എല്ലാം വലിച്ച് ആകെ കൂടെ കുത്തഴിഞ്ഞൊരു ജീവിതമാണ് ജീവിക്കുന്നത്. നമ്മുടെ ഗോഡിയുടെ പ്രായം തന്നെയാണ് ക്രിസിനുള്ളത്. പക്ഷെ അവനെ പറഞ്ഞിട്ടും കാര്യമല്ല, അവന്റെ വീട്ടുകാർ തന്നെ കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനും അതേ വഴിയിൽ പോകുന്ന നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയായിരുന്നു. പിന്നെ അവന്റെ മുന്നിൽ ഇരിക്കുന്നവന്റെ പേരാണ് ടെഡി. അവന്റെ അച്ഛന് മാനസികമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരിക്കൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ അവന്റെ ചെവി വെച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അവന്റെ ചെവി ഇങ്ങനെ പൊള്ളിക്കിടക്കുന്നത് കാണുന്നത്. ഇവരെല്ലാവരും ചെറിയ പിള്ളേരാണെങ്കിലും വലിയ വലിയ ചിന്താഗതികളാണ്. അങ്ങനെ അവരവരുടെ സംസാര വിഷയത്തിലേക്ക് കടക്കും. തലേ ദിവസം കണ്ട ചേച്ചിയെക്കുറിച്ചും പെൺകുട്ടിയെക്കുറിച്ചും കാണാൻ കൊള്ളാവോ, അവരെങ്ങനെ വളയ്ക്കുമോ, അതൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പെട്ടെന്നാണ് അവരുടെ വാതിലിനിട്ട് ആരോ മുട്ടുക. ഇത് കേൾക്കുന്ന ഗോഡി പറയും, ഇതൊരിക്കലും സീക്രട്ട് കോഡ് അല്ല എന്ന്. എന്നാൽ താഴെ ഇരിക്കുന്നവൻ, ഒന്ന് തുറക്ക്, എനിക്കിത് മറന്നുപോയി, എന്നോ മറന്നുപോയിട്ടാ, ഒന്ന് തുറക്കടാ, ഇത് ഞാനാണ്. അവന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ആളൊരു പഞ്ചപാവാണ്. എന്തായാലും നമ്മുടെ ഗോഡി വാതിൽ തുറന്നെടുക്കും. അവൻ അങ്ങനെ മേലെ കയറി വരും. അവന്റെ പേരാണ് വെർണർ. അവൻ മേലെ എത്തുമ്പോഴേക്ക് പറയും, ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല, നിങ്ങൾ ഞെട്ടിപ്പോകും. ആ ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതെന്താന്ന് അവർ 3 പേരും ചോദിക്കെങ്കിലും അവൻ പിന്നെയും പറയും, ഞാൻ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ പല വഴി കൂടെ ഓടിച്ചാടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങളോട് മാത്രമേ ഞാനിത് പറയാൻ പോകുന്നുള്ളൂ. എന്നാൽ അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ട് അവർ 3 പേരും കൂടെ അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചൊരു പാട്ട് പാടും. അവനെ കളിയാക്കിക്കൊണ്ടൊരു പാട്ട് പാടും. എന്നാൽ അപ്പോഴാണ് അവൻ ഞെട്ടിച്ചുകൊണ്ട് അവരോട് പറയാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഡെഡ് ബോഡി കാണണോ? അത് കേൾക്കുമ്പോൾ തന്നെ അവർ 3 പേരും ഞെട്ടും. അവനെ കണ്ണും വെച്ച് നോക്കിയിരിക്കും. നമ്മുടെ വെർണറിന് പിഗ്ഗി ബാഗിൽ പൈസ ഇട്ട് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ പൈസ എല്ലാം സ്വരൂപിച്ച് ഒരു അവധിക്കാലത്ത് അവൻ വീടിന്റെ താഴെയായിട്ട്, ചേട്ടൻ ആ കാശ് എടുക്കാതിരിക്കാൻ വീടിന്റെ താഴെയായിട്ട് അത് കുഴിച്ചിട്ടു. എന്നാൽ അത് എവിടെയാണെന്ന് മനസ്സിലാക്കാനായി അതിന്റെ ഒരു മാപ്പും വരച്ച് അവൻ റൂമിൽ വെക്കുകയും ചെയ്തു. എന്നാൽ അമ്മ റൂമിൽ വന്ന് റൂമെല്ലാം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ പേപ്പർ എടുത്ത് ആ മാപ്പ് എടുത്ത് കത്തിച്ച് കളയും ചെയ്തു. എന്നാൽ അതിപ്പോൾ എവിടെയാണെന്ന് അവൻ അറിയില്ല. അങ്ങനെ ഇപ്പോൾ 9 മാസമായി അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ അവൻ ഇഷ്ടംപോലെ കുഴികളെല്ലാം കുഴിച്ച് വീടിന്റെ അടിയിൽ തെരഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോഴാണ് വീട്ടിൽ നിന്നും ചേട്ടന്റെ കൂട്ടുകാരനും കൂടെ സംസാരിക്കുന്ന കേൾക്കുക. നമ്മൾ ആ ബോഡി കണ്ട കാര്യം ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? അതിന് അവന്റെ ചേട്ടൻ പറയും, നമ്മൾ ആ ബോഡി കണ്ട കാര്യം ആരോടും പറയാൻ പോകുന്നില്ല. അത് ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ നമ്മളായിരിക്കും പെടാൻ പോകുന്നത്. പക്ഷേ കൂട്ടുകാരൻ അതെങ്ങനെയും ആരോടെങ്കിലും പറഞ്ഞേ പറ്റൂ. നമുക്ക് പോലീസിനെ അറിയിച്ചാലോ എന്ന് ചോദിക്കുന്ന നേരം പറയും, പോലീസിനെ അറിയിച്ചിട്ട് കാര്യമില്ല, പോലീസ് വന്നാലും നമ്മളെയാണ് പിടിക്കാൻ പോകുന്നത്. അതിന് കൂട്ടുകാരൻ, നമ്മൾ ഈ ബോഡി കിടക്കുന്ന കാര്യം ആരും അറിയിച്ചില്ലെങ്കിൽ ആ ബേക്കറിലോ റോഡിൽ അവന്റെ ബോഡി കാലാകാലങ്ങളായിട്ട് കിടക്കുകയുള്ളൂ. നമുക്കിത് പോലീസിനെ അനോണിമസ് ആയിട്ടെങ്കിലും കോൾ ചെയ്ത് അറിയിക്കുക. അതിന് ചേട്ടൻ പറയും, വേണ്ട, ഞാൻ പല സിനിമ
സിനിമകളിൽ കണ്ടിട്ടുണ്ട്, പോലീസുകാർ കോൾ ട്രാക്ക് ചെയ്തിട്ട് നമ്മളെ കണ്ടുപിടിക്കും. അതുകൊണ്ട് ഒരിക്കലും ആരും ഇത് അറിയാൻ പോകുന്നില്ല. എന്നിരുന്നാലും കൂട്ടുകാരോടെങ്കിലും ഇത് പറഞ്ഞേ പറ്റൂ. എന്നാൽ ചേട്ടനാണെങ്കിൽ ആകെ കലിപ്പില. ഇത് ആരെങ്കിലും അറിഞ്ഞാൽ നിന്നെ ഞാൻ കൂട്ടുകാരോട് ആരോടും നീ പറയാൻ പോകുന്നില്ല, ഇത് നമ്മുടെ ഇടയിൽ തന്നെ കിടക്കും. എന്നാൽ അവർ സംസാരിച്ച കാര്യങ്ങളെല്ലാം വെർണർ കേട്ടല്ലോ. അവൻ അവിടെ നിന്ന് ആ കാര്യങ്ങളെല്ലാം ആയിട്ടാണ് ഇപ്പോൾ ഓടി വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ടെഡി പറയും, കണ്ണടിയിട്ട പയ്യൻ പറയും, എനിക്കറിയാം ബേക്കല്ല റോഡ് എവിടെയാന്ന്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ അവിടെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ അവനെ എത്രയൊക്കെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ അച്ഛൻ എത്രയോ ഇഷ്ടമാണ്. അവർ രണ്ടുപേരും കൂടെ മീൻ പിടിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ അവർ ബേക്കല്ല റോഡിലുള്ള സ്ഥലത്തും പോയിട്ടുണ്ട് മീൻ പിടിക്കാൻ. എന്നാൽ ഇത് കേൾക്കുന്ന ക്രിസ് പറയും, അങ്ങനെയാണ് എന്തുകൊണ്ട് നമുക്ക് ആ ബോഡി കണ്ടുപിടിച്ചുകൂടാ? ആ ബോഡി കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മളല്ലേ ഈ നാട്ടിൽ ഫേമസ് ആവാൻ പോകുന്നത്. എന്നാൽ ഈ ഒരു ഐഡിയ നമ്മുടെ ഗോഡിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്താന്ന് വെച്ചാൽ ഗോഡിയും ക്രിസും ഏറ്റവും നല്ല ഫ്രണ്ട്സാണ്. അവർ 4 പേരും നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ ഗോഡിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ക്രിസ് ആണ്. ക്രിസിനും അങ്ങനെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഗോഡിയാണ്. എന്നാൽ നമ്മളങ്ങനെ ചെയ്തിട്ട് എന്താണ് കാര്യം എന്ന് കണ്ണടയിട്ട ടെഡി ചോദിക്കുമ്പോൾ പറയും, നമ്മൾ TV-യിൽ വരും, ന്യൂസിൽ വരും, ആകെ കൂടെ നമ്മളായിരിക്കും ഫേമസ് ആവാൻ പോകുന്നത്. അങ്ങനെ അവനൊക്കെയായി. എന്നാൽ വെർണർ ആണെങ്കിൽ ഇതിനില്ല എന്നാണ് പറയുന്നത്. അവനിത് തീരെ ഇഷ്ടമായില്ല. ഈ ഒരു പരിപാടിക്ക് ഞാൻ ഇല്ലാന്ന് പറയും. ഗോഡി പറയും, നമ്മൾ ആ ബോഡിയായിട്ട് തിരികെ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ വെറും ആളുകളല്ല, നമ്മൾക്ക് മെഡൽ കൂടെ കിട്ടും. അത് കേൾക്കുന്നവൻ, മെഡലൊക്കെ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഓക്കെ, ഞാനും ഉണ്ടെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും ഹാപ്പി. അപ്പം തന്നെ വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാനായിട്ട് ചെല്ലും. അങ്ങനെ വീട്ടിലെത്തുന്ന നമ്മുടെ ഗോഡി അച്ഛനോടും അമ്മയോടും എൻ്റെ വാട്ടർ ബോട്ടിൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കും. എന്നാൽ അവൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ആകെ കൂടെ ശോകമൂകായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഗോഡിക്ക് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ഡെന്നി. അവൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കുന്ന ഫുട്ബോൾ അല്ല, അമേരിക്കക്കാർക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ റഗ്ബിയാണ്. അങ്ങനെ എല്ലാത്തിലും മികച്ചതായിരുന്ന അവൻ്റെ ചേട്ടൻ 4 മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു പോവുകയാണ് ചെയ്തത്. അതോടുകൂടി ആ വീടും ഏറെക്കുറെ മരിച്ചൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ആരുടെ മുഖത്തും വലിയ തെളിച്ചൊന്നും ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഗോഡി വീണ്ടും എൻ്റെ വാട്ടർ ബോട്ടിൽ എവിടെയാണെന്ന് ചോദിക്കുന്ന നേരം അത് ചേട്ടൻ്റെ റൂമിലുണ്ടെന്ന് പറയും. അങ്ങനെ അവൻ ചേട്ടൻ്റെ റൂമിലേക്ക് ചെല്ലും. ആ റൂമിലാണെങ്കിൽ മുഴുവനും ഡെന്നിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. അവൻ അതിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ വാട്ടർ ബോട്ടിലും എടുത്ത് അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ തൊട്ട് പിന്നിൽ വന്ന് പറയാം, വാട്ടർ ബോട്ടിൽ എടുത്തു കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന നേരം അവർ ആ റൂം അടച്ചു വെക്കും. ആ റൂം അവരെ പല കാര്യങ്ങളും ചിന്തിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഗോഡി വാട്ടർ ബോട്ടിലായി തിരിച്ചു പോകാൻ നിൽക്കുന്നവരാണ് അച്ഛൻ പറയാ, നിന്റെ ആ ക്രിസിന്റെ കൂടെയുള്ള നടപ്പില്ലേ, അതൊരിക്കലും നല്ലതിനല്ല. അതിന് ഗോഡി പറയും, അവന്റെ കുടുംബമാണ് മോശം, അല്ലാതെ ഒരിക്കലും അവനല്ല. എന്നാൽ അച്ഛൻ പറയും, എനിക്കറിയാം സ്കൂളിൽ ഉണ്ടായിരുന്ന മുഴുവൻ കാശും അവനാണ് കട്ടെടുത്തിട്ടുള്ളത്, അവനൊരു പെരും കള്ളനാണ്. എന്നാൽ ഗോഡി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കില്ല. നേരെ ക്രിസിനെ കാണാനായി പോകുന്ന നേരം അവനാണെങ്കിൽ ഒരു വണ്ടിയും പിടിച്ച് നേരെ ഗോഡിയുടെ അടുത്തെത്തി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആളില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ചെല്ലുക. അവിടുന്ന് ക്രിസ് അവന്റെ ബാഗിലുണ്ടായിരുന്ന ഒരു പിസ്റ്റൾ, ഒരു ഗണ്ണെടുത്ത് ഗോഡിക്ക് കാണിച്ചു കൊടുക്കും. ഇതെങ്ങനെയുണ്ട്, നമ്മുടെ യാത്രയിൽ ഇതൊരു ആവശ്യമാവുമെന്ന് പറയുന്ന നേരം ഇതിൽ ബുള്ളറ്റ് ഉണ്ടോ എന്ന് ഗോഡി ചോദിക്കും. എന്നാൽ അതിലൊന്നും ഇല്ലാന്നാണ് ക്രിസ് പറയാ. അവിടെ ഉണ്ടായിരുന്ന ഒരു ബിന്നിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴാണ് അത് ഈ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഗോഡിയാണെങ്കിൽ ആകെ കൂടി കലിപ്പിലാണ്. നീ എന്തിനാണ് അതിൽ ബുള്ളറ്റ് ഇല്ലാന്ന് എന്നോട് പറഞ്ഞേ? ഞാനെങ്ങാനും അത് എന്റെ തലയിലേക്ക് എങ്ങാനും വെച്ച് പൊട്ടിച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയില്ലേ? അതിന് അവൻ പറയും, സത്യം പറയാം, അമ്മയാണേ സത്യം, എനിക്കതിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നു എന്ന് അറിയില്ലായിരുന്നു, എന്നൊന്ന് വിശ്വസിക്കുക, എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഗോഡി അത് വലിയ കാര്യമാക്കില്ല, ആ ഗണ്ണ് ഒഴിവാക്കണം എന്ന് മാത്രമാണ് പറയാ. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ നടക്കുമ്പോഴാണ് നാട്ടിലെ വലിയ പ്രശ്നപ്പുള്ളികൾ രണ്ടുപേരും അവരുടെ മുന്നിലേക്ക് വരുന്നത്. അതിലൊരുത്തൻ ഗോഡിയുടെ തലയിലുണ്ടായിരുന്ന തൊപ്പി എടുക്കും. അതിന് അവൻ പറയും, അതെന്റെ ചേട്ടൻ എനിക്ക് തന്ന തൊപ്പിയാണ്, അത് തിരിച്ചു കിട്ടാ. എന്നാൽ അവർ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അവരാരാന്ന് വെച്ചാൽ നമ്മുടെ വെർണർ ഇല്ലേ, ഓടിക്കതച്ച് വന്ന് ഈ ബോഡിയെക്കുറിച്ച് പറഞ്ഞ വെർണർ, അവന്റെ ചേട്ടന്റെ കൂട്ടുകാരാണ് ഇവര്. എന്നാൽ അവരുടെ മാക്രിക്കളി കാണുന്ന ക്രിസ് പറയും, ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ തെണ്ടികളും പരമച്ചെറ്റകളുമാണ്, അഴുക്കുകളാണ്. അത് കേൾക്കുന്ന അതിൽ മൂത്ത ഒരുത്തൻ അവന്റെ തല പിടിച്ച തറയിലേക്ക് പറ്റിക്കും. നീ പറഞ്ഞെല്ലാം തിരിച്ചെടുക്കടാ. ക്രിസ് അപ്പോഴേക്ക്, ഞാൻ പറഞ്ഞെല്ലാം തിരിച്ചെടുത്തു, നീയാണ് വലിയവൻ എന്ന് പറയുന്ന നേരം അവൻ ക്രിസിനെ വിടുകയും ചെയ്യും. എന്തായാലും അതൊന്നും വലിയ കാര്യമാക്കാതെ അവർ കൂട്ടുകാർ 4 പേരും കൂടെ നേരെ തീവണ്ടി പാളത്തിലേക്ക് എത്തി. വെർണറുടെ കയ്യിലാണെങ്കിൽ ഒരു ചീർപ്പുണ്ട്. അതെന്തിനാന്ന് അവനോട് ചോദിക്കുന്ന നേരം അവൻ പറയും, നമ്മൾ TV-യിലോ പത്രത്തിലോ ഒക്കെ വരുന്ന നേരം നമ്മുടെ മുടി മോശമായിരിക്കരുതല്ലോ, നമ്മളത് വാർന്നു വെക്കണം, അതിനാണ് ഞാൻ ഇതും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഗോഡി ക്രിസിനോട് ചോദിക്കും, നിന്റെ കയ്യിലുള്ള പിസ്റ്റള് അത് നമുക്ക് ആവശ്യമുണ്ടോ? എന്നാൽ അവൻ പറയും, നമ്മൾ രാത്രി എവിടെയെങ്കിലുമൊക്കെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന നേരം കരടിയോ പാമ്പോ കടുവയോ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഷൂട്ട് ചെയ്ത് കൊല്ലണ്ടേ, അതിനാണ് ഞാൻ ഇത് കയ്യിൽ വെച്ചിരിക്കുന്നത്. എന്തായാലും അവർ യാത്ര ചെയ്യാനിപ്പോൾ റെഡിയായി. അങ്ങനെ മുന്നിലേക്ക് നോക്കുമ്പോഴാണ് റെയിൽ പാളം നീണ്ടു നിവർന്ന് അങ്ങനെ കിടക്കുക. അതിലൂടെ എത്ര ദൂരം പോയാലാണ് ബേക്കർല റോഡിൽ എത്തുക എന്ന് അവർക്ക് ആർക്കും അറിയില്ല. എന്നാലും ക്രിസ് പറയും, ഏകദേശം 20 മൈൽ ദൂരം പോയാൽ ബേക്കർല റോഡിൽ എത്തില്ലേ? ഗോഡി പറയും, ചിലപ്പോൾ 20 മൈലൊന്നും ആയിരിക്കില്ല, 30 മൈലോളം പോകേണ്ടി വരും. എന്തായാലും ഇറങ്ങിയില്ലേ, നമ്മൾ പോയിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞ് അവർ 4 പേരും കൂടെ യാത്രയായി. യാത്രയിൽ കൂടുതൽ സംസാരമൊന്നുമില്ല, പാട്ട് തന്നെയാണ് പാട്ട്. അങ്ങനെ പാട്ടും പാടി അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ടെഡി ചോദിക്കുക, ഭക്ഷണം ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. എന്നാൽ അവരെല്ലാവരും അപ്പോഴാണ് ചിന്തിക്കുക ഭക്ഷണത്തെക്കുറിച്ച്. എല്ലാവരും വെർണറിനോട് ചോദിക്കും, നീ കയ്യിൽ ഭക്ഷണമൊന്നും എടുത്തില്ലേ? എന്നാൽ അവൻ പറയും, ഞാനൊന്നും എടുത്തില്ല, നിങ്ങളെല്ലാവരും എടുക്കുമെന്ന് വിചാരിച്ച് ഞാനൊന്നും എടുത്തില്ല. ഇതിപ്പോൾ എന്ത് പരിപാടിയൊന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടെ കയ്യിൽ എത്ര കാശുണ്ടെന്ന് അറിയാൻ താഴെ ഇരുന്ന്
നിന്ന് റെയിൽവേ ട്രാക്കിൽ തന്നെ ഇരുന്ന് അതെല്ലാം എണ്ണി നോക്കും. എന്നാൽ എണ്ണി നോക്കുമ്പോൾ എല്ലാം കൂടെ $2 കയ്യിലുണ്ട്. അന്ത കാലത്ത് $2 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചധികം ഉണ്ടാവുമല്ലോ, ഡായിരിക്കും ഒന്ന് വിചാരിക്കുക. എന്തായാലും കാശെണ്ണി കഴിയുമ്പോഴാണ് അങ്ങോട്ട് ട്രെയിൻ വരുന്നത്. അത് കാണുമ്പോൾ തന്നെ അവർ 3 പേര് ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ടെഡി ആണെങ്കിൽ ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല, അവൻ ട്രെയിൻ വന്നിട്ടേ പുറത്തേക്ക് ഇറങ്ങൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് ട്രെയിനിനെ നോക്കി അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവനൊരു വലിയ പട്ടാളക്കാരനാവണമെന്നാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അവൻ ട്രെയിൻ നോക്കി ഷൂട്ടെല്ലാം ചെയ്യുന്നത്. എന്നാൽ ക്രിസ് പറയും പുറത്തേക്ക് ഇറങ്ങടാ, അവിടെ കളിക്കല്ലേ, അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ പറയും. എന്നാൽ അവൻ അപ്പോഴും പറയാ ട്രെയിൻ എൻ്റെ അടുത്തെത്താതെ ഞാൻ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങില്ല. എന്നാൽ അത് കാണുന്ന ക്രിസ് ദേഷ്യത്തിൽ ഓടിച്ചെന്ന് അവനെ പിടിച്ച് വലിച്ചു പുറത്തേക്ക് കൊണ്ടുവരും. എന്നാൽ അതിന്റെ പേരിൽ അവർ രണ്ടുപേരും കൂടെ വഴക്കാകും. അവസാനം ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ സ്കിന്നിറ്റ് എന്ന് പറഞ്ഞ് കൈകൾ തമ്മിൽ ഉരയ്ക്കും. സ്കിന്നിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഇനി പ്രശ്നമൊന്നുമില്ല, അതാണ് അതിന്റെ അർത്ഥം. ചെറിയ കുട്ടികൾ കട്ടീസ് മിണ്ടീസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവർ പറയുന്ന വാക്കാണ് സ്കിന്നിറ്റ്. എന്തായാലും അവർ ഓക്കെ ആയി. ഇതേ സമയം നമ്മുടെ വെർണറിന്റെ ചേട്ടന്റെ കൂട്ടുകാരില്ലേ, അവരെല്ലാവരും കൂടെ ബേസ്ബോൾ കളിക്കാനായി പോവാണ്. ആ കാറിന്റെ തൊട്ട് പിന്നിൽ തന്നെയാണെങ്കിൽ നമ്മുടെ വെർണറിന്റെ ചേട്ടനോ അവന്റെ കൂട്ടുകാരനും ഇരിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ ഇരിക്കുന്നതാണ് അവരുടെ തല. അവനെ മനസ്സിലായില്ലേ, നേരത്തെ ക്രിസിനെ പിടിച്ച് താഴെ കിടത്തിരുന്ന അവനാണെങ്കിൽ പോകുന്ന വഴിയിൽ ഉണ്ടായിരുന്ന ഓരോ മെയിൽ ബോക്സും അവന്റെ കയ്യിലുണ്ടായിരുന്ന ബേസ്ബോൾ ബാറ്റ് വെച്ച് അടിച്ചു പൊട്ടുകയാണ്. ഈ സമയത്തെല്ലാം വെർണറിന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ ആ ബോഡി കണ്ട കാര്യം അവരോട് പറയാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചേട്ടൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല. നീ പറഞ്ഞാലെങ്ങാനും ഞാൻ നിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ പേടിപ്പിച്ചിരിക്കുക. കുറച്ച് കഴിയുന്നേരം ബോക്സ് എല്ലാം അടിച്ചു പൊട്ടിച്ചോണ്ടിരുന്ന അവരുടെ തല മാറും. പിന്നെ നമ്മുടെ വെർണറിന്റെ ചേട്ടനാണ് ബോക്സ് എല്ലാം ബാറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിക്കുക. അത് അങ്ങനെ ഒരു ടീം. ഇവിടെ നമ്മുടെ പയ്യന്മാര് യാത്ര ചെയ്ത് അവസാനം ഒരു ആക്രിക്കടയുടെ മുന്നിലാണ് എത്തുക. അവരുടെ കയ്യിലാണെങ്കിൽ കുടിക്കാൻ വെള്ളമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവിടെ നിന്ന് വെള്ളം എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ആ ആക്രിക്കടയുടെ ഗ്രില്ലിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന്, കാലൊടിക്കുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും അതൊന്നും ശ്രദ്ധിക്കാതെ ടെഡി അപ്പം തന്നെ അതിന്റെ മേലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങും. ഒരു പട്ടാളക്കാരൻ കയറുന്ന പോലെ ആയിരിക്കും അവൻ കയറുക. എന്തായാലും അവർ 4 പേരും കൂടെ അകത്തെത്തി വെള്ളമെല്ലാം കുടിച്ച് വെള്ളമെല്ലാം സ്റ്റോർ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു തണലത്ത് വന്നിരിക്കും. മുന്നിൽ തന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് അങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെയാണ് അവരുടെ വിനോദം. കുറച്ച് കഴിയുമ്പോൾ അവർ കണ്ട പെൺകുട്ടികളുടെയും ചേച്ചിമാരുടെയും കണക്ക് പിന്നെ നിരത്തും. അതെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അപ്പോഴാണ് ഗോഡി അവന്റെ വായിൽ വെള്ളം വെച്ച് ആ പെട്ടിയിലേക്ക് ആ പാത്രത്തിലേക്ക് തുപ്പുക. അത് കാണുമ്പോൾ എല്ലാവരും പിന്നെ ആ ഒരു വിനോദത്തിലേക്ക് മാറും. അതിന്റെ ഇടയിൽ ടെഡി വെർണറിന്റെ മുഖത്തേക്ക് ഇട്ടും തുപ്പി കൊടുക്കും. വെർണർ ആണെങ്കിൽ ആരും ഉപദ്രവിക്കില്ല, എല്ലാവരും ചെയ്യുന്ന ഉപദ്രവങ്ങളെല്ലാം ഏറ്റ് വാങ്ങുകയും ചെയ്യും. എന്നാൽ അവരുടെ കയ്യിൽ $2 ഉണ്ടല്ലോ, അത് വെച്ച് എന്തെങ്കിലും ഭക്ഷണം വാങ്ങണം. എന്നാൽ ഈ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരും ആരാന്ന് അവരെല്ലാവരും കൂടെ ടോസ് ഇട്ട് നോക്കുമ്പോൾ അത് നമ്മുടെ ഗോഡിക്കാണ് കിട്ടുക. അങ്ങനെ അവൻ എഴുന്നേറ്റ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മാർക്കറ്റിലേക്ക് ചെല്ലും. എന്നാൽ അവനെ കാണുന്ന മാർക്കറ്റിലെ ചേട്ടൻ ചോദിക്കും, നീ ഡെന്നിയുടെ അനിയനല്ലേ? എന്ത് ചെയ്യാനാ, നല്ല ആളുകളെ എല്ലാവരെയും ദൈവം നേരത്തെ വിളിക്കും. അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മുടെ ഗോഡിയുടെ ചേട്ടൻ ഡെന്നിയെക്കുറിച്ച് നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അത് പറയുന്ന ചേട്ടൻ പറയും, എനിക്കുണ്ടായിരുന്ന ഒരു അനിയൻ ഡെന്നിയെ പോലെ തന്നെ ആയിരുന്നു. അങ്ങനെ അവരുടെ സംസാരം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗോഡി സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ച് ആക്രിക്കടയിലേക്ക് തന്നെ വരുമ്പോഴാണ് അവരെ അവിടെ കാണുന്നില്ല. ഇതിപ്പോ ഇവരെവിടെ പോയെന്ന് അവർ ചിന്തിക്കുമ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് ആക്രിക്കടയുടെ ഓണർ അവിടെ നിൽക്കണമെന്നും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരിക. അത് കാണുമ്പോൾ തന്നെ അവൻ കയറി വന്നിരുന്ന ഗ്രില്ലിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. തൊട്ടു പിന്നാലെയാണെങ്കിൽ അങ്ങയുടെ നായും വരുന്നുണ്ട്. ആ നായെക്കുറിച്ച് ഗോഡിക്ക് ക്രിസ് പറഞ്ഞു കൊടുത്ത് അത് കടിച്ചു കീറുന്ന ഒരു ക്രൂര നായാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ തിരിഞ്ഞു നോക്കാതെ ഓടി വന്ന ആ ഗ്രില്ലും കയറി പുറത്തേക്ക് ചാടി നോക്കുമ്പോഴാണ് ആ നായെ കാണുക. അതൊരു പാവം കുട്ടി നായ. അതിന്റെ പേര് സുക്കൂർ നായക്കുട്ടി. അതിനെയും ആ ആക്രിക്കാരനെയും നോക്കിയിട്ട് ടെഡി പറയും, നിങ്ങൾ ലൂസറാണ്, നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ അങ്ങേര് പറയും, നിങ്ങളെയൊക്കെ എനിക്കറിയാടോ, നിങ്ങൾ ഒറ്റ കൊടുക്കാനും എനിക്കറിയാം. എന്നിട്ട് ടെഡിയെ നോക്കി പറയും, നിന്റെ തന്തയില്ലേ, അവനൊരു പ്രാന്തനല്ലേ, അവനും എനിക്കറിയാം. എന്നാൽ അങ്ങേര് അപ്പറഞ്ഞത് അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ ദേഷ്യത്തിലെ ഗ്രില്ലിലേക്ക് പിടിച്ചു പറ്റി ഇഷ്ടംപോലെ തെറികൾ അങ്ങനെ വിളിച്ചു പറയും. ആ തെറികളെല്ലാം കേൾക്കുമ്പോഴാണ് മനസ്സിലാവുക ആ തെറികളൊക്കെ ഏതോ കാലം മുതലേ ഉണ്ടെന്ന്. ഇനിയും അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാവുന്നവര് അവനെ പിടിച്ചു വലിച്ച് സമാധാനിപ്പിച്ച് കൊണ്ടുവന്ന് അവര് വീണ്ടും ബേക്കർല റോഡിലേക്ക് യാത്രയാകും. അവരാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ടുള്ള യാത്രയുടെ കാൽഭാഗം മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. ഇനിയും ഇഷ്ടംപോലെ യാത്ര ചെയ്യാനുണ്ട്. ഇതേ സമയം വെർണറിന്റെ ചേട്ടന്റെ കൂട്ടുകാരില്ലേ ആ മാക്രി ടീം, അവരെല്ലാവരും കൂടെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ കയ്യിലെല്ലാം പച്ച കുത്തിക്കൊണ്ടിരിക്കുക. അവരുടെ ടീമിന്റെ പേരാണ് കോബ്ര, അതാണ് അവർ പച്ച കുത്തുന്നത്. ഇതേ സമയം അവരുടെ കയ്യിലുണ്ടായിരുന്ന റേഡിയോയിൽ ആ കുട്ടിയെ മിസ്സായതിന്റെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജോനാഥൻ എന്ന പയ്യനെ 3 ദിവസമായിട്ട് കാണുന്നില്ല, അവൻ മിസ്സിംഗ് ആണ്. അവനെ കണ്ടുപിടിക്കാൻ പോലീസുകാർ ശക്തമായിട്ട് തെരച്ചിലെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയെന്ന് ആ ന്യൂസിൽ പറയും. ഇത് കേൾക്കുന്ന ചേട്ടന്റെ കൂട്ടുകാരൻ പറയും, പോലീസുകാർ ശരിയായിട്ടുള്ള സ്ഥലത്തല്ല തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന ചേട്ടൻ അവനെ കണ്ണുരുട്ടി പേടിപ്പിക്കും. ഇതേ സമയം നമ്മുടെ പടയാണെങ്കിൽ പാട്ടെല്ലാം പാടി അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഗോഡിയും ക്രിസും ആണെങ്കിൽ അവരുടെ തൊട്ടു പിന്നിൽ വലിയ വലിയ ആഭ്യന്തര കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടാണ് വരുന്നത്. മുന്നിൽ വെർണറും ടെഡിയാണ് പാട്ടുകാർ. അവർ നാരങ്ങപ്പാല് ചുട്ടുകിരണ്ട് അതെല്ലാം പാടി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അവരിപ്പോൾ ഒരു ബോഡിയാണ് അന്വേഷിക്കാൻ പോകുന്നത്, എന്നാലും അവരിതെല്ലാം ചെയ്താണ് പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ വെർണറിന് ഒരു സംശയം, മൈറ്റി മോസും സൂപ്പർമാനും കൂടെ ഫൈറ്റ് ചെയ്താൽ ആരായിരിക്കും വിജയിക്കുകയെന്ന്. മൈറ്റി മോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിങ്കനില്ലേ, ഡിങ്കന്റെ തല
തല ഒരു എലിയെ പോലെ തന്നെയാണെങ്കിൽ മൈറ്റി മൂസിന്റെ തല മിക്കി മൂസിനെ പോലെ ആയിരിക്കും. അത്രയേ ഉള്ളൂ അവർ തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ സംശയം കേൾക്കുന്ന ടെഡി പറയും അതെന്താ, ഒരിക്കലും സംശയിക്കാനൊന്നുമില്ല, സൂപ്പർമാൻ മാത്രമാണ് ജയിക്കുക. എന്നാൽ വെർണർ പറയും അതെങ്ങനെയാ, ഞാൻ ഇന്നലെ ഒരു കാർട്ടൂണിൽ കണ്ടല്ലോ മൈറ്റി മൂസ് 5 ആനകൾ ഒരുമിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്, അവൻ അങ്ങനെയൊക്കെയാണ് സംശയങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും ടെഡി പറഞ്ഞു കൊടുക്കും സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ആളാണ്, മൈറ്റി മൂസ് എന്ന് പറഞ്ഞാൽ കാർട്ടൂണാണ്, അതുകൊണ്ട് തന്നെ സൂപ്പർമാൻ ആയിരിക്കും എന്തായാലും ജയിക്കുക, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ അവർ സംസാരിച്ച് മുന്നോട്ട് പോകുന്നേരം പിന്നെ റെയിൽവേ ട്രാക്ക് ഒരു പാലത്തിൽ കൂടെയാണ് പോകുന്നത്. അതിലൂടെ പോകുന്നേരം അഥവാ ട്രെയിൻ എങ്ങാനും വന്നാൽ പിന്നെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടേണ്ടി വരും. റെയിൽവേ ട്രാക്കിൽ കൂടെ കയറാതെ മറ്റൊരു വഴിയുണ്ട്, പക്ഷെ അതിലൂടെ പോകണമെങ്കിൽ മിനിമം 5 മൈലെങ്കിലും ചുറ്റി വളഞ്ഞു പോകണം. എന്നാൽ അത്രയും ദൂരം സഞ്ചരിക്കുന്നത് അവർക്ക് ശരിയാവില്ല, പെട്ടെന്ന് തന്നെ എത്തണമല്ലോ. അതുകൊണ്ട് ടെഡി പറയും ഞാൻ എന്തായാലും 10 മിനിറ്റ് കൊണ്ട് ഈ പാളം ക്രോസ് ചെയ്യാൻ പോവാണ്, എൻ്റെ പിന്നാലെ വരേണ്ടവർക്ക് വരാമെന്നും പറഞ്ഞ് അവൻ മുന്നിലേക്ക് നടക്കും. അങ്ങനെ എല്ലാവരും പോകാനായി വിചാരിക്കും. എന്നാൽ ഗോഡിക്ക് ചെറിയൊരു പേടിയുണ്ട്. അവൻ പാളത്തിൽ കൈവച്ച് നോക്കുന്നേരം ട്രെയിനിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, അങ്ങനെ നടക്കാമെന്ന് വിചാരിക്കും. എന്നാൽ നമ്മുടെ വെർണർ ആണെങ്കിൽ മുട്ടിലാണ് നടന്നുകൊണ്ടിരിക്കുക. ക്രിസ്റ്റിനും ടെഡിക്കും ആണെങ്കിൽ വലിയ പേടിയൊന്നുമില്ല, അവർ ധൈര്യത്തിലാണ് മുന്നിലേക്ക് നടക്കുക. എന്നാൽ ഇവിടെ മുട്ടിലഴിഞ്ഞ് നടക്കുന്ന വെർണറുടെ കീശയെന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ചീർപ്പില്ലായിരുന്നോ, അത് വെള്ളത്തിലേക്ക് വീഴും. എടാ നമ്മളിനി ഫേമസ് ആയ എങ്ങനെ മുടി വാരും. എന്നാൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഗോഡി പിന്നിലേക്ക് നോക്കുമ്പോഴാണ് ദൂരെ നിന്നും പുക വരുന്ന കാണാം, ട്രെയിനിന്റെ പുക വരുന്ന കാണാം. അവൻ ഒച്ചത്തിൽ തീവണ്ടി വരുന്നതെന്ന് പറയുമ്പോഴേക്ക് ടെഡിയും ക്രിസും കൂടെ ഓടിയിട്ട് പാലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി. എന്നാൽ ഇവിടെ ഗോഡിയുടെ മുന്നിൽ വെർണർ മുട്ടിലാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്, അവന് പെട്ടെന്ന് പോകാൻ പറ്റില്ല. എടാ ജീവൻ വേണ്ടെന്ന് പറഞ്ഞ് ഗോഡി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഓടാൻ തുടങ്ങും. എന്നാൽ ട്രെയിൻ അവരുടെ തൊട്ട് പിന്നിൽ എത്തിയിട്ടുണ്ട്, അവരിടിക്കൂ എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും അവർ പേടിച്ച് ഓടുകയാണ്. പക്ഷെ അവസാനം ട്രെയിൻ അവരെ തട്ടിയെന്ന് വിചാരിക്കുമ്പോഴേക്ക് അവർ പാലത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടും. ട്രെയിനെല്ലാം പോയി കഴിയുന്ന നേരം ക്രിസും ടെഡിയും ഓടി വന്ന് നോക്കുന്ന നേരം അവരവിടെ കല്ലിന്റെ ഇടയിലെല്ലാം വീണ് കിടക്കുക. അങ്ങനെ പൊടിയെല്ലാം തട്ടി അവർ വീണ്ടും എഴുന്നേറ്റ് യാത്രയാകും. അങ്ങനെ കാട്ടിക്കൂടെയാണ് അവർ യാത്ര ചെയ്യുക. എന്നാൽ കുറച്ച് യാത്ര ചെയ്യുമ്പോഴേക്ക് സമയം സന്ധ്യയായി. എല്ലാവരും കൂടെ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യാന്ന് വിചാരിക്കും. അങ്ങനെ വിറകെല്ലാം കൂട്ടി തീയിട്ട് രാത്രി ഭക്ഷണം കഴിക്കാനായി എല്ലാവരും കയ്യിലുണ്ടായിരുന്ന ഒരു ഭക്ഷണം ചൂടാക്കാനായി കൊള്ളിയിൽ വെക്കുന്ന നേരം ക്രിസ് വെർണറോട് പറയും അത് മറിച്ച് വെക്കാനുള്ള സമയമായിരുന്നു. എന്നാൽ അവൻ പറയും എനിക്കെങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെ വെച്ചാലും എനിക്ക് ചൂടാക്കാൻ സിമ്പിളാണ്. എന്നാൽ അപ്പോഴാണ് അവന്റെ ഭക്ഷണം തീയിലേക്ക് വീണു പോവുക. അതുകൊണ്ട് എല്ലാവരും നല്ല ചിരിയാണ്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിയുന്ന നേരം നമ്മുടെ ക്രിസും ടെഡിയും കൂടെ ഒരു സിഗരറ്റ് എടുത്ത് വലിക്കാൻ തുടങ്ങും. അന്നേരം അവർ പറയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സിഗരറ്റ് വലിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ രുചി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അപ്പോഴാണ് വലിക്കേണ്ടത്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവർ നല്ല വലിയ. എന്നാലും സമയമെല്ലാം പോയി കിട്ടണ്ടേ. കുറച്ച് കഴിയുന്ന നേരം അവരെല്ലാവരും കൂടെ ഗോഡിയോട് ഒരു കഥ പറഞ്ഞുതരാൻ പറയും. നമ്മുടെ ഗോഡി ഒഴിവ് സമയങ്ങളിൽ കഥയെല്ലാം എഴുതാറുണ്ട്, പക്ഷെ അവനൊരു കഥാകൃത്താകാൻ തീരെ താല്പര്യമില്ല. അവന്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഇഷ്ടം അവൻ നല്ലൊരു കഥാകാരനായിട്ട് കാണണമെന്നാണ്, പക്ഷെ അവന് തീരെ അതിന് താല്പര്യമില്ലല്ലോ. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു കഥ പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്ന നേരം അവന് ഒരു കഥ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കും. ഒരു നാട്ടിൽ ഡേവിഡ് ഹോഗൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവന്റെ ഭാരം 180 പൗണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന വെർണർ ഇടയിൽ കയറി പറയും എനിക്കുണ്ട് ഒരു കസിന്, അവന് 300 പൗണ്ടാണ് ഭാരം. ഞാൻ വിചാരിച്ചു എൻ്റെ കുടുംബത്തിൽ എനിക്കാണ് നല്ല തടിയെന്നാ, പക്ഷെ അവനാണ് ഏറ്റവും കൂടുതൽ തടിയുള്ളത്. അപ്പൊ ക്രിസ് പറയും നീ ഒന്ന് വായ പൂട്ടടോ, ഇവൻ കഥ പറഞ്ഞ് തീർക്കട്ടെ. ഗോഡി വീണ്ടും കഥ പറയാൻ തുടങ്ങും. ഡേവിഡ് ഹോഗന് 180 പൗണ്ട് ഭാരമുള്ളത് കൊണ്ട് തന്നെ അവന് നല്ല തടിയായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അവനെ തടിയാന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. അതവന് തീരെ ഇഷ്ടമല്ല. പക്ഷെ എല്ലാവരോടും അവൻ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറയുന്നതാണ്. എന്നിരുന്നാലും അവരെല്ലാവരും വിളിക്കുകയാണ് ചെയ്യുക, തടിയാന്ന് വിളിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇരിക്കുകയാണ് അവരുടെ നാട്ടിലെ തീറ്റ മത്സരം തുടങ്ങുന്നത്. അവൻ ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് വിചാരിക്കും. ഇത്രയും കാലം അവൻ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അവന് ജയിച്ചേ പറ്റൂ. അങ്ങനെ കോമ്പറ്റീഷൻ ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്ന നേരം സ്റ്റേജിലേക്ക് കയറുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും അവനെ വീണ്ടും തടിയാന്ന് വിളിച്ച് കളിയാക്കാണ്. അവനതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോഴാണ് സ്റ്റേജിലേക്ക് മഞ്ഞ ഷർട്ടിട്ട് ഒരാൾ കയറി വരുന്നത്. അങ്ങനെയാണ് എല്ലാ വർഷവും അവിടെയുള്ള തീറ്റ മത്സരത്തിൽ ചാമ്പ്യൻ ആവുന്നവൻ. നമ്മുടെ ഡേവിഡ് ഹോഗൻ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന് അങ്ങനെ തീരെ ഇഷ്ടമായിട്ടില്ല. എന്നാലും മത്സരിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഇരുന്നു, വിസിലടിച്ചു, മത്സരം തുടങ്ങി. ഡേവിഡ് ഹോഗനാണ് പെട്ടെന്ന് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിയുന്നത്. ഇത് കാണുന്ന ചാമ്പ്യൻ ആണെങ്കിൽ വേഗത കൂട്ടാൻ നോക്കും. എന്നാലും നമ്മുടെ ആളുടെ മുന്നിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആൾ ഭക്ഷണം കഴിച്ച് അവന്റെ വയറ് ടൈറ്റായിട്ട് അവന് ഛർദ്ദിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തും. അവസാനം അവൻ ചാമ്പ്യന്റെ മുഖത്തേക്കാണ് ഛർദ്ദിക്കുക. ചാമ്പ്യൻ ആണെങ്കിൽ കൂടുതൽ സഹിച്ചിക്കാൻ പറ്റാതെ അങ്ങേരും ഛർദ്ദിക്കും. അത് കാണുന്ന തൊട്ടടുത്ത് നിന്നയാൾ അടുത്തയാളുടെ മുഖത്തേക്ക് ഛർദ്ദിക്കും. അങ്ങനെ എല്ലാവരും പരസ്പരം എല്ലാവരുടെ മുഖത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. ഡേവിഡ് ഹോഗൻ ആണെങ്കിൽ ഇതെല്ലാം കണ്ട് രസിക്കും. അവനെ തടിയാന്ന് വിളിച്ച് കളിയാക്കിയവർക്ക് എല്ലാവർക്കും അവനിട്ടൊരു മുട്ടം പണി കൊടുത്തിരിക്കുക. സത്യം പറഞ്ഞ അവൻ ഈ മത്സരത്തിൽ വിജയിക്കാനല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നതന്നെ. മത്സരം തുടങ്ങുന്നതിന്റെ മുന്നേ അവനൊരു കുപ്പി നിറയെ എണ്ണ കൊണ്ടുവന്ന് അതെല്ലാം കുടിച്ചു തീർത്തു. അവസാനം ഒരു കോഴിമുട്ടയും വയറ്റിലേക്ക് ആക്കിയിട്ടാണ് അവൻ ഈ മത്സരത്തിന് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ കൂടുതൽ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ അവന് ഛർദ്ദിക്കാനായി വന്നേ. അങ്ങനെ എല്ലാവരും പരസ്പരം ഛർദ്ദിക്കുന്നത് കണ്ട് നമ്മുടെ ഡേവിഡ് ഹോഗന് നല്ല സന്തോഷമായി. അവൻ അങ്ങനെ രസിച്ചിരിക്കും. ഇവിടെ കഥ കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി. ഡേവിഡ് ഹോഗനെ കളിയാക്കിയവന്മാർക്ക് അങ്ങനെ തന്നെ വേണം, അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടെഡി ചോദിക്കും കഥ കഴിഞ്ഞോ? ഗോഡി പറയും അതെ കഥ കഴിഞ്ഞു. ടെഡി പറയും അങ്ങനെയല്ലായിരുന്നു ക്ലൈമാക്സ് വേണ്ടിയിരുന്നത്.
അവൻ അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് ചെന്ന് ഒരു ഗണ്ണെടുത്ത് അവൻ്റെ അച്ഛനെ ഷൂട്ട് ചെയ്ത് കൊല്ലണം. എന്നിട്ട് നേരെ ടെക്സാസ് റേഞ്ചേഴ്സ് എന്ന ഫുട്ബോൾ ഗ്രൂപ്പിൽ പോയി ചേരണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ത്രില്ലായിരുന്നേനെ. എന്നാൽ ക്രിസ് പറയും, ഗോഡി നീ പറഞ്ഞ കഥ എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട്, അതങ്ങനെ തന്നെ മതി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവരെല്ലാവരും കൂടെ ഉറങ്ങാനായി കിടക്കും. എന്നാൽ കുറുക്കൻ്റെയും മൂങ്ങൻ്റെയും ഒക്കെ ശബ്ദം കേട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അവരെല്ലാവരും പേടിച്ചെഴുന്നേൽക്കും. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കും. അവരുടെ കയ്യിലൊരു പിസ്റ്റൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരാൾ ഉറക്കൊഴിച്ച് അവിടെ കാവൽ നിൽക്കുക, എല്ലാവർക്കും വേണ്ടി കാവൽ നിൽക്കുക. കുറച്ച് കഴിഞ്ഞ് അവൻ വന്നുറങ്ങുന്ന നേരം അടുത്ത ആൾ ചെന്ന് കാവൽ നിൽക്കുക. അങ്ങനെ ആദ്യത്തെ അവസരം കിട്ടുന്ന ടെഡിക്കാണ്. അവൻ കാവൽ നിൽക്കുന്ന നേരം പട്ടാളക്കാരെ പോലെ തന്നെ, സാർ ഇവിടെയെല്ലാം ക്ലിയർ ആണ്, ഇവിടെയെല്ലാം ഓക്കെ ആണ്. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് പപ്പര് പപ്പാന്ന് ശബ്ദം ഉണ്ടാക്കും. അത് കേട്ട് എല്ലാവരും എഴുന്നേറ്റ്, എടാ മുഖത്ത് കണ്ണടയിട്ട് നടക്കുന്നവനെ ശബ്ദമൊന്നും ഉണ്ടാക്കല്ലേ, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുന്നേരം പിന്നെ വെർണറാണ് വന്ന് കാവൽ നിൽക്കുക. അവരാണെങ്കിൽ ചീവിടിന്റെ ശബ്ദം കേട്ടാലും തവളയുടെ ശബ്ദം കേട്ടാലും മൂങ്ങയുടെ ശബ്ദം കേട്ടാലും എല്ലാം പേടിയാ. കാവൽ നിൽക്കുന്ന നേരം അവന് തീ തിന്നുന്ന പോലെയാണ്. എന്തായാലും കുറച്ച് കഴിയുന്നേരം പിന്നെ ക്രിസ് ആണ് വന്ന് കാവൽ നിൽക്കുക. കെട്ടുപോകാറായ വിറകെല്ലാം അവൻ കത്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഗോഡി പെട്ടെന്ന് സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുക. പിന്നെ അവർ രണ്ടുപേരും കൂടിയാണ് കാവൽ നിൽക്കുക. ഗോഡി ചോദിക്കും, നീ സ്കൂൾ തുറന്നാൽ നീ സ്കൂളിലേക്കൊന്നും വരുന്നില്ലേ? അതിനവൻ പറയും, ഞാൻ വരാനൊന്നും പോകുന്നില്ല. അവരെല്ലാവരും വിചാരിക്കുന്നത് ഞാനാണ് അവിടുത്തെ കാശ് കട്ടെന്നാണ്. ശരിക്കും ഞാൻ അവിടുത്തെ കാശ് കട്ടിട്ടുണ്ട്, പക്ഷെ അതുപോലെ തന്നെ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഗോഡി ചോദിക്കും, നീ ആ കാശ് തിരിച്ചു കൊടുത്തോ? അതെന്നിട്ട് ആരും പറഞ്ഞില്ല. അവൻ പറയും, അതെ, അത് തന്നെയാണ് പ്രശ്നം. ഞാൻ കാശ് തിരിച്ചു കൊണ്ടുകൊടുക്കാൻ ചെന്നപ്പോൾ അവിടെ സൈമൺ എന്ന വൃദ്ധയായിട്ടുള്ള ടീച്ചറായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞില്ല. ശരിക്കും അവർ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കട്ടെടുക്കാണ് ചെയ്തേ. അവർ സ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പരിപാടിയിൽ പുതിയൊരു ഫ്രോക്കും ആ കാശ് വെച്ച് വാങ്ങുകയും ചെയ്തു. അത് കേൾക്കുന്ന ഗോഡി പറയും, അതെ ഞാനും കണ്ടിരുന്നു, $1 പടമൊക്കെയുള്ള, അതവർ ആ കാശ് വെച്ചാണല്ലേ വാങ്ങിയത്. അതും പറഞ്ഞുകൊണ്ട് ക്രിസ് അവിടുന്ന് കരയാൻ തുടങ്ങും. ഗോഡി അവനോട്, ഇതൊന്നും പ്രശ്നമാക്കല്ലേ, ആരും നിന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ വിശ്വസിക്കൂടാന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും. പിറ്റേന്ന് രാവിലെ എല്ലാവരും കൂടെ എഴുന്നേറ്റ് റെയിൽവേ ട്രാക്ക് നോക്കി വീണ്ടും യാത്രയാകും. ഇതുവരെ ബേക്കർല റോഡിന്റെ അടുത്ത് പോലും അവരെത്തിയിട്ടില്ല. കുറച്ചു ദൂരം മുന്നിലേക്ക് പോകുന്ന നേരം ക്രിസ് പറയും, നമ്മൾ ഇനി ഈ കാട്ടിൽ കൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇതിലൂടെ 1 മണിക്കൂർ പോയാൽ നമ്മൾ ബേക്കർല റോഡിൽ ചെന്നെത്തും. എന്നാൽ വെർണർ പറയും, ഈ കാട്ടിൽ കൂടെ പോകുന്നത് അത്ര നല്ലതിനല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ റെയിൽവേ ട്രാക്ക് നോക്കി തന്നെ പോയാൽ പോരെ, അതല്ലേ സേഫ്? എന്നാൽ ക്രിസ് പറയും, അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഈ കാട് വഴി പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്ന നേരം ടെഡിയും കോഡിയും റെഡിയാണ്. അങ്ങനെ അവർ 3 പേരും പോകുന്ന നേരം വെർണർ ട്രാക്കിൽ കൂടെ പോകാനുള്ള പ്ലാനിലാണ്. എന്നാൽ പെട്ടെന്നാണ് ഒരു ചീവിയുടെ അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കുക. അത് കേട്ട് പേടിച്ചവൻ അവരുടെ പിന്നാലെ ഓടിച്ചെല്ലും. ടെഡി ആണെങ്കിൽ ഓടുന്ന നേരം പട്ടാളക്കാരെ പോലെ ഷൂട്ട് ചെയ്ത് ശബ്ദം എല്ലാം ഉണ്ടാക്കിയാണ് ഓടുക. അവനൊരു പട്ടാളക്കാരനാവണമെന്ന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഈയിടെ വെർണറുടെ ചേട്ടൻ്റെ കൂട്ടുകാരനാണെങ്കിൽ എങ്ങനെയാലും ഈ ഒരു കാര്യം ആരോടെങ്കിലും പറഞ്ഞേ പറ്റൂ. ഈ ഒരു ബോഡി കണ്ട കാര്യം ആരോടെങ്കിലും ഒക്കെ പറഞ്ഞേ പറ്റൂ. അവരുടെ സംഘത്തലവനോട്, നീ ആരോടും പറയില്ല എന്ന് എനിക്ക് അമ്മ തൊട്ട് സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. ബേക്കർല റോഡിൻ്റെ അടുത്ത് ഒരു പയ്യൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസുകാരെല്ലാവരും ആ ബോഡിയാണ് കണ്ടുപിടിക്കാനായി ശ്രമിക്കുന്നത്. ഇതേ സമയം വെർണറുടെ ചേട്ടനാണെങ്കിൽ മറ്റൊരു കൂട്ടുകാരനോട് പറയാണ്, നീ ആരോടും പറയില്ല എന്ന് എനിക്ക് വാക്ക് തരാണെങ്കിൽ ഞാൻ നിനക്കൊരു സത്യം പറഞ്ഞുതരാം. അങ്ങനെ ഈ ബോഡി കിടക്കുന്ന കാര്യം ആ കൂട്ടുകാരനും പറഞ്ഞെടുക്കും. സത്യം പറഞ്ഞാൽ എല്ലാവരും ഈ കാര്യം അറിയും. അതുകൊണ്ട് കുറച്ച് കഴിയും നേരം എല്ലാവരും കൂടെ ഈ ബോഡി കണ്ടുപിടിക്കാനായി പോവുകയാണ്. സത്യം പറഞ്ഞാൽ അവർക്കും ടി വിയിലും ന്യൂസിലെല്ലാം വന്ന് 4 ആൾ അറിയണം. എന്നാൽ വെർണറുടെ ചേട്ടനും കൂട്ടുകാരനും പറയും, ആ ബോഡി കണ്ടുപിടിക്കാൻ പോകുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല. അഥവാ എന്തെങ്കിലും പ്രശ്നം പോലീസ് നമ്മളെ ആയിരിക്കും പിടിക്കാൻ പോകുന്നത്. എന്നാൽ അവരുടെ സംഘത്തലവൻ അവരെ ഒന്നും മിരട്ടി നോക്കുന്ന നേരം അവർക്ക് വേറെ വഴിയൊന്നുമില്ല, അവരുടെ കൂടെ പോയേ പറ്റൂ. അവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കാറിലായിട്ടാണ് പോകുന്നത്. എന്നാൽ ആ കാറുകൾ തമ്മിൽ മത്സരമാണ്. അവരുടെ സംഘത്തലവൻ കാറിനെ വെട്ടിക്കാൻ നോക്കുന്ന നേരം അവനെ കൊണ്ട് പറ്റില്ല. അന്നേരം മറു കാറിലിരിക്കുന്നവൻ വിളിച്ചു പറയും, എടാ മണ്ട, നിനക്ക് എന്നെ വെട്ടിക്കാനൊന്നും പറ്റില്ല, കാർ ഓടിക്കുന്ന കാര്യത്തിൽ ഞാൻ തന്നെയാണ് പുലി. എന്നാൽ അതേ സമയമാണ് തലയുടെ കാറിന്റെ മുന്നിലേക്ക് വലിയൊരു ട്രക്ക് തടിയായിട്ട് വരുന്നത്. ഇത് കാണുന്ന മറു കാറിലുള്ളവൻ വിളിച്ചു പറയും, തീർന്നടാ, നീയൊക്കെ ചരിത്രമാൻ പോവാണ്. എന്നാൽ അവൻ്റെ മുഖത്ത് വേറെ പേടിയൊന്നുമില്ല. അവൻ നേരെ അങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക. അവൻ എങ്ങനെയും ആ കാറിനെ ഓവർടേക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ മരമായി വരുന്ന ട്രക്ക് അവരുടെ തൊട്ട് മുന്നിലേക്ക് എത്തുന്ന നേരം കൂട്ടുകാരനും ചേട്ടനും കൂടെ, നീ ഒന്ന് വണ്ടി പിന്നിലേക്ക് എടുക്കെന്ന് പറയും. എന്നാൽ അവൻ അങ്ങനെ തന്നെ ഓടിച്ചോണ്ടിരിക്കുക. ട്രക്ക് അവരുടെ തൊട്ട് മുന്നിൽ എത്തുന്ന നേരം ട്രക്കുകാരൻ പെട്ടെന്ന് തന്നെ അത് വളയ്ക്കും. അതുകൊണ്ട് തന്നെ അതവിടെ മറിഞ്ഞടിച്ച് വീഴും. അതിൽ നിന്നും മരങ്ങളെല്ലാം താഴെ വീണ് റോഡിൽ കിടക്കും. എന്നാൽ അതൊന്നും മെയിൻ ചെയ്യാതെ അവൻ മുന്നിലേക്ക് ഓടിച്ചു വന്ന് പറയും, ഐ വിൻ. അവരിമാതിരി പ്രാന്തന്മാരാണ്. ആ ട്രക്ക് ഇതുപോലെ മറിച്ചിട്ടിട്ടും ആ ട്രക്കിലെ ഡ്രൈവറെ പോലും നോക്കാനായിട്ട് അവർ നിന്നില്ല. ഇവിടെ കുറുക്ക് വഴി കൂടെ പോകുന്ന നമ്മുടെ ടീം ഒരു വലിയ ചളിക്കുണ്ടിൻ്റെ അടുത്താണ് ചെന്നെത്തിവിടുക. ക്രിസ് ആണെങ്കിൽ അതിന് ആഴുണ്ടോയെന്ന് നോക്കാൻ ഒരു കമ്പെടുത്ത് കുത്തി നോക്കുന്ന നേരം അതിന് വലിയ ആഴൊന്നുമില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ മുന്നോട്ട് നടക്കുന്ന നേരം പെട്ടെന്നാണ് താഴേക്ക് വീഴുക. അവരൊരു ഭാഗത്ത് മാത്രമേ ആഴമുണ്ടോ എന്ന് നോക്കിയിട്ടുള്ളൂ, അതിൻ്റെ നടുക്കലേക്ക് ആഴമൊന്നും നോക്കിയില്ല. എന്നാൽ ഈ ചളിവെള്ളത്തിൽ വീണിട്ടും അവർക്കത് വലിയ പ്രശ്നമൊന്നുമില്ല. വീണത് വിദ്യ എന്ന് പറയുന്ന പോലെ ആ വെള്ളത്തിൽ കിടന്ന് അവർ പരസ്പരം മുക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ഗോഡിക്ക് അതൊന്നും കണ്ട് തീരെ ഇഷ്ടാവുന്നില്ല. അവരെല്ലാവരും ഒരു പയ്യൻ്റെ ബോഡി
കണ്ടുപിടിക്കാനായി പോവാണ്. എന്നാൽ അതിൻ്റെ വഴിയിൽ അവർ ഇമാതിരി പരിപാടി എടുക്കുന്ന അവന് തീരെ ഇഷ്ടമാവാത്തതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ചീത്തയും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നേരം എല്ലാവരും കൂടെ ഓടി വന്ന് അവൻ്റെ മേലെ കെട്ടിപ്പിടിക്കും. എന്നാൽ അപ്പോഴാണ് വെർണറുടെ കഴുത്തിൽ ഒരു അട്ടയെ ക്രിസ് കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ പേടിച്ച് എല്ലാവരും കൂടെ ഡ്രസ്സെല്ലാം അഴിച്ചു നോക്കുന്ന നേരം അവരുടെ വയറിലും പള്ളയും വയറും ഒന്നാണ്, വയറിലും പുറത്തും എല്ലാം അട്ടകൾ. എല്ലാത്തിനെയും പറിച്ചു മാറ്റി കഴിയുന്നേരം ഗോഡിക്ക് അവൻ്റെ അണ്ടർവെയറിൽ എന്തോ ഒന്ന് ഇരിക്കുന്ന പോലെ തോന്നും. ആദ്യമേ ഉള്ളതല്ല, പുതുതായിട്ട് എന്തോ ഇരിക്കുന്ന പോലെ തോന്നും. അവൻ തുറന്നു മെല്ലെ കൈയിട്ട് നോക്കുമ്പോഴാണ് അതൊരട്ട. ആ അട്ടയെ കാണുന്ന നേരം അത് ചോര കൂടെ കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന നേരം അവൻ ബോധം പോയി താഴെ വീഴും. അത് കാണുന്ന വെർണർ പറയും, ഇനി അവനെ നോക്കിയിട്ട് കാര്യമില്ലടാ, അവൻ മരിച്ചുപോയി. ടെഡി പറയും, നീ എന്താടാ പറയുന്നത്, അവൻ മരിച്ചൊന്നും പോയിട്ടില്ല, അവൻ്റെ ബോധം പോയിട്ടേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ അവനെ തട്ടി വിളിക്കും. കുറച്ച് കഴിയുമ്പോഴേക്ക് എല്ലാവരും കൂടെ ഡ്രസ്സെല്ലാം ചെയ്ത് ഇനി എന്ത് ചെയ്യുമെന്ന് അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്ന നേരം ക്രിസ് പറയും, നമുക്കിനി തിരിച്ചു പോയാലോ, ഇത് നല്ലതിനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ടെഡി പറയും, നമ്മളിനി ഒരിക്കലും തിരിച്ചു പോകുന്നില്ല, നമ്മൾ ഇതുവരെ ആ ബോഡി കണ്ടുപിടിക്കാനാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ നമ്മൾ ബോഡിയും കണ്ടുപിടിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. എന്നാൽ വെർണറും പറയും, നമ്മളിനി ബോഡിയൊന്നും കണ്ടുപിടിക്കാൻ പോകണ്ട, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം, നമ്മളെ തെരഞ്ഞിട്ട് അവരെല്ലാവരും നടക്കുന്നുണ്ടാകും. ടെഡിക്കാണെങ്കിൽ എങ്ങനെയാണെങ്കിലും മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ അവൻ വെർണറുടെ അമ്മയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കും. അത് കേൾക്കുന്ന വെർണർ, നീ ഒന്നുകൂടെ അങ്ങനെ സംസാരിച്ചാൽ ഞാൻ നിന്റെ മോതക്കിട്ട് ഒരൊറ്റ അടി തരുമെന്ന് പറയും. എന്നാൽ അവൻ വീണ്ടും ആ കാര്യം തന്നെ മോശമായിട്ട് സംസാരിക്കും. പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് അടിയോടടിയാണ്. ക്രിസ് അതെല്ലാം സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന ഗോഡി ഒന്ന് നിർത്തണമെന്ന് പറഞ്ഞ് അവൻ ആരെയും മെയിൻ ചെയ്യാതെ മുന്നിലേക്ക് നടക്കും. ഇനി ആരും എൻ്റെ കൂടെ വന്നില്ലെങ്കിലും ഞാൻ ആ ബോഡി കണ്ടുപിടിക്കാനായി പോകുക എന്നുള്ള മട്ടിലാണ് അവൻ നടക്കുന്നത്. അങ്ങനെ എല്ലാവരും വഴക്കെല്ലാം മാറ്റിവെച്ച് അവൻ്റെ പിന്നാലെ ഓടി ചെല്ലും. അങ്ങനെ കുറച്ച് ദൂരം മുന്നിലേക്ക് പോകുന്ന നേരം നല്ല ഭംഗിയുള്ള ഒരു കാട്ടിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. അതിലൂടെയാണ് ആ ട്രാക്ക് പോകുന്നത്. ഗോഡി ടെഡിക്ക് ഒരു വഴി കാണിച്ചു കൊടുത്ത് ചോദിക്കും, ഇതല്ലേ ബേക്കർലോ റോഡ്? അവൻ നോക്കുന്ന നേരം അത് തന്നെയാണ് ബേക്കർലോ റോഡ്. എന്നാൽ ഇവിടെ എവിടെയോ ആണ് ആ പയ്യന്റെ ബോഡി കിടക്കുന്നത്. അവർ 4 പേരും 2 ടീമായി അവിടെയുള്ള സ്ഥലം എല്ലാം അന്വേഷിക്കും. കുറച്ച് സമയം കഴിയുന്ന നേരം നമ്മുടെ വെർണർ ആ ബോഡി കണ്ടു. ദേ നോക്ക്, അവിടെ ആ ബോഡി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിക്കും. താഴെ മരക്കൊള്ളികൾക്കെല്ലാം ഇടയിലായിട്ടാണ് ആ ബോഡി കിടക്കുന്നത്. അവരെല്ലാവരും താഴേക്ക് ചെന്ന് നോക്കുന്ന നേരം ആ പയ്യന്റെ കൈയും കാലും എല്ലാം ഒടിഞ്ഞ് വളഞ്ഞു കിടക്കാണ്. ട്രെയിനെങ്ങാനും ഇടിച്ചാണ് ആ പയ്യൻ അങ്ങോട്ട് തെറിച്ച് വീണ് മരിച്ചെന്ന് തോന്നുന്നു. എന്തായാലും ആ ബോഡിയിലെല്ലാം മുറിവെല്ലാം കാണുന്നുണ്ട്. അവരെല്ലാവരും ചെറിയ പ്രായത്തിലാണ് ഇതെല്ലാം കാണുന്നത്. 3 പേർക്ക് അത് കണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഗോഡിയാണെങ്കിൽ അത് കണ്ടാകെ തളർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൽ വന്നിരിക്കും. അത് കാണുന്ന ക്രിസ് ബാക്കിയുള്ള 2 പേരോട് മരക്കൊള്ളിയെല്ലാം വെച്ചൊരു സ്ട്രക്ചർ ഉണ്ടാക്കാനും പറഞ്ഞ് നേരെ ഗോഡിയുടെ അടുത്ത് ചെന്നിരിക്കും. അവൻ ചോദിക്കും, ക്രിസ് എന്തുകൊണ്ടാണ് ഇവൻ മരിച്ചത്? എന്തുകൊണ്ടാണ് എൻ്റെ ചേട്ടൻ മരിച്ചത്? ചിലപ്പോൾ എൻ്റെ ചേട്ടൻ മരിച്ചതിൻ്റെ കാരണം ഞാനായിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ അച്ഛന് തീരെ എന്നെ ഇഷ്ടമല്ലാത്തത്. അന്ന് എനിക്ക് സുഖമില്ലായിരുന്നു. അവൻ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവൻ്റെ ചേട്ടൻ എങ്ങനെയാണ് മരിച്ചതെന്ന്. അന്ന് അവന് സുഖമില്ലാതായിരുന്നപ്പോൾ അവൻ്റെ ചേട്ടൻ മരുന്ന് വാങ്ങാനായിട്ട് പോയിട്ടുണ്ടാകും. അപ്പോഴായിരിക്കാം കാർ ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അതെല്ലാം ഓർത്ത് എൻ്റെ ചേട്ടൻ മരിക്കാൻ ഞാനാണ് കാരണം എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം ക്രിസ് പറയും, അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഗോഡി അതൊന്നും സഹിക്കാൻ പറ്റാതെ കരഞ്ഞുകൊണ്ടിരിക്കുക. ക്രിസ് വീണ്ടും പറയും, എനിക്കറിയാം നീ വലുതായാൽ നല്ലൊരു കഥാകൃത്താകും, അതെനിക്ക് ഉറപ്പാ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ ബോഡിയും തിരഞ്ഞ് കാറിൽ വന്നോണ്ടിരുന്ന തന്ത ടീം അങ്ങോട്ട് എത്തുന്നത്. നമ്മുടെ പിള്ളേർ അവരെ കാണുമ്പോൾ ആദ്യം തന്നെ ഒന്ന് പകച്ചു പോകും. എന്നാലും അവർ ധൈര്യത്തിൽ അവിടെ നിൽക്കും. അത് കാണുന്ന ആ തന്ത ടീമിലെ തലവൻ പറയും, ഓ അപ്പോൾ നിങ്ങളാണ് ഞങ്ങളെക്കാളും മുന്നേ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകാൻ വന്ന ടീം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഈ ബോഡി ഞങ്ങളായിരിക്കും കൊണ്ടുപോകുന്നത്. എന്നാൽ അപ്പോഴാണ് അങ്ങോട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന വെർണറുടെ ചേട്ടനും അങ്ങോട്ട് വരുന്നത്. വെർണറെ കാണുമ്പോൾ തന്നെ ബെൽറ്റൂരി അവനെ അടിക്കാനായിട്ട് വരും. വെർണർ അപ്പം തന്നെ സുശീലോ എന്തോന്നും പറഞ്ഞ് അപ്പം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ക്രിസും ടെഡിയും ആണെങ്കിൽ ധൈര്യത്തിൽ അങ്ങനെ അവിടെ നിൽക്കുക. അവരുടെ തല പറയും, ഞാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരാം. ഒന്നെങ്കിൽ നിങ്ങൾ മിണ്ടാതെ ഇവിടുന്ന് പോവുക, ഈ ബോഡിയും കൊണ്ട് ഞങ്ങൾ പോയിക്കോളും. 2, ഞങ്ങൾ നിങ്ങളെ ചതിച്ചു എന്ന് വിചാരിച്ച് ഈ ബോഡിയൊന്നും ഇല്ലാതെ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുക. സത്യം പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഈ ബോഡി അവർ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ക്രിസ് പറയും, ഞങ്ങൾ രാവും പകലും യാത്ര ചെയ്ത് എത്രയോ ദൂരം വന്നാണ് ഈ ബോഡി കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ ബോഡി കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ബോഡി ഞങ്ങളുടെ ബോഡിയാ. എന്നാൽ തല പറയും, ഈ ബോഡി ഞങ്ങളുടെ ബോഡിയാ. അങ്ങനെ ആ ബോഡിയുടെ പേരിൽ അവർ 2 പേരും അവിടുന്ന് വഴക്കാകും. എന്നാൽ നേരത്തെ അവനുമായിട്ട് ക്രിസ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ എല്ലാം ദേഷ്യത്തിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് അവനെ കനത്തിലൊരു തെറി അങ്ങ് വിളിച്ചു പറയും. അതിൻ്റെ ദേഷ്യത്തിൽ തല പോക്കറ്റിൽ നിന്ന് ഒരു കത്തി എടുത്ത് അവനെ കുത്താനായി വരുന്ന നേരം കൂടെയുള്ള ആളുകളെല്ലാം വിളിച്ചു പറയും, നീ വെള്ളത്തിൻ്റെ പുറത്ത് അങ്ങനെയൊന്നും ചെയ്യല്ലേ. എന്നാലും അവൻ കുത്താനായി വരികയാണ്. അത് കാണുന്ന ടെഡി അപ്പോഴേ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഇതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന ഗോഡി അവൻ്റെ പിസ്റ്റൾ എടുത്ത് മേലേക്ക് പൊട്ടിക്കും. അത് കാണുന്ന തല പറയും, നീ ആ ഗണ്ണ് താഴെ വെക്കുന്നതാണ് നിനക്ക് നല്ലേ. അതിന് ഗോഡി, ഞാൻ ഈ ഗണ്ണ് ഒരിക്കലും താത്തില്ല എന്ന് പറയും. തല പറയും, നീ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ എല്ലാവരെയും ഈ ഒരു ഗണ്ണ് വെച്ച് നിനക്ക് ഷൂട്ട് ചെയ്യാന്ന്? അതിനവൻ പറയും, ഞാൻ എല്ലാവരെയും ഷൂട്ട് ചെയ്യില്ല, നിന്നെ മാത്രം ഷൂട്ട് ചെയ്യും. അത് കേൾക്കുന്ന അവൻ, നിന്നെയും എല്ലാത്തിനും എനിക്കറിയാം, നിങ്ങളെല്ലാവരെയും ഞാൻ വേണ്ട പോലെ കണ്ടോളാന്ന് പറഞ്ഞ് പ്രതികാരം അടുത്ത ആഴ്ച വീട്ടാന്ന് വിചാരിച്ച് കൂടെയുള്ള എല്ലാവരെയും കൂട്ടി തിരിച്ചു പോകും. അങ്ങനെ അവർ പോയി കഴിയുന്ന നേരം ക്രിസും ഗോഡിയും കൂടെ പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കി ചിരിക്കും. അങ്ങനെ ഈ ബോഡി നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് അവർ ആ ബോഡിയിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ടെഡിയും വെർണറും കൂടെ മെല്ലെ അങ്ങോട്ട് വരുന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ മെല്ലെ അങ്ങോട്ട് വന്നിരിക്കുക. അന്നേരം വെർണർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബോഡി കൊണ്ടുപോകല്ലേ? അതിന് ഗോഡി പറയും,
പറയും നമ്മൾ ഈ ബോഡി കൊണ്ടുപോകുന്നില്ല, നമ്മൾ ഇവിടെ തന്നെ വെക്കാണ് ചെയ്യുക. അവൻ എന്തോ ചേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളെല്ലാം വന്ന് ഈ ബോഡി കൊണ്ടുപോകണമെന്ന് തോന്നില്ല. എന്നാൽ ബാക്കിയുള്ളവർക്കും അതിനെതിരായിട്ട് വലിയ അഭിപ്രായമൊന്നുമില്ല. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ ഒരു തുണി വെച്ച് ബോഡി കൂടുതൽ നാശാവാതിരിക്കാൻ അത് മറച്ചു കളയും. അങ്ങനെ അന്നത്തെ ദിവസം 2 ടീമിനും ബോഡി കിട്ടിയില്ല. അവരെല്ലാവരും കൂടെ തിരിച്ചു വരുന്നേരം ടെഡി ഗോഡിയോട് ചോദിക്കും, നമ്മൾ എന്താ ബോഡി എടുക്കാത്തെ, നമുക്ക് ഫേമസ് ആവണ്ടേ? അതിന് ഗോഡി, ഈ വഴിയിലൂടെ നമുക്ക് ഒരിക്കലും ഫേമസ് ആവണ്ടെന്ന് പറയും. അങ്ങനെ അവർ വിചാരിക്കുക തിരിച്ച് നാട്ടിലെത്തി പോലീസിന് ഈ ബോഡിയെക്കുറിച്ച് അനോണിമസ് ആയിട്ട് കോൾ ചെയ്ത് അറിയിക്കാന്നാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെയാണ് അവർ നാട്ടിൽ തിരിച്ചെത്തുന്നത്. ആകെ 2 ദിവസമായിട്ടുള്ളൂ അവർ നാട്ടിൽ നിന്നും പോയിട്ട്. എന്നിരുന്നാലും നാടിന് ഇഷ്ടം പോലെ മാറ്റങ്ങൾ വന്ന പോലെ അവർക്ക് തോന്നും. അവസാനം പിരിയാൻ നേരം സ്കൂളിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും വീട്ടിലേക്ക് തന്നെ മടങ്ങും. എന്നാൽ സ്കൂൾ പഠനം കഴിഞ്ഞതിൽ പിന്നെ അവരാരും ഇതുവരെ പരസ്പരം കണ്ടിട്ടില്ല. ഗോഡിക്ക് പിന്നെ അറിയാൻ പറ്റിയത് വെർണർ കല്യാണം കഴിച്ചുവെന്നും അതിൽ 4 കുട്ടികളുണ്ടെന്നും ഇപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്ററായി എവിടെയോ ജോലി ചെയ്യാമെന്നുമാണ്. ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഫാക്ടറിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, വെയിറ്റ് കൂടിയ സാധനങ്ങളെല്ലാം പൊക്കാനായി ഒരു വലിയ വണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെയുള്ള വണ്ടിയോ അല്ലെങ്കിൽ വലിയ മെഷീനോ, സാധനങ്ങൾ ഉയർത്താനായിട്ട് ഉപയോഗിക്കുന്ന വലിയ മെഷീൻ, അതിനെ നിയന്ത്രിക്കുന്ന ആളുടെ പേരാണ് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ. ടെഡി ആണെങ്കിൽ പട്ടാളത്തിലേക്ക് പോകാനായി പലതവണ ശ്രമിച്ചു. എന്നാൽ അവന്റെ കണ്ണും അവന്റെ ചെവിയും പട്ടാളത്തിലേക്ക് പോകാനായി അവനെ സമ്മതിച്ചില്ല. അവസാനം എന്തോ ഒരു കുറ്റത്തിന്റെ പേരിൽ അവൻ ജയിലിലായെന്നും ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങി സാധാരണയായിട്ട് ഒരു ജീവിതം ജീവിക്കുകയാണെന്നുമാണ് അറിയാൻ പറ്റിയത്. അവസാനം അവരെവിടെയും എത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ക്രിസ്, അവൻ സ്കൂൾ പഠിച്ചു, കോളേജ് പഠിച്ചു, അവസാനം അവനൊരു നല്ല വക്കീലായി മാറി. ഒരിക്കൽ അവൻ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള 2 ആളുകൾ തമ്മിൽ വലിയ വഴക്ക്. അത് സോൾവ് ചെയ്യാനായി അവൻ ചെന്നപ്പോൾ അതിലൊരാൾ കയ്യിലുണ്ടായിരുന്ന ഫോർക്ക് എടുത്ത് അവന്റെ കഴുത്തിൽ കുത്തി അവനെ കൊന്നു. ആ പത്രവാർത്തയാണ് തുടക്കത്തിൽ തന്നെ കാറിലിരുന്ന് വലിയ ഗോഡി വായിക്കുന്നത് നമ്മൾ കണ്ടത്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് അവന്റെ 12ാം വയസ്സിൽ നടന്ന സംഭവ വികാസങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അവനൊരു നോവൽ എഴുതും പോലെ അവന്റെ കമ്പ്യൂട്ടറിലേക്ക് എഴുതുകയാണ്. അവനൊരു നോവലിസ്റ്റ് ആവുന്ന ഇഷ്ടമല്ലാന്നായിരുന്നല്ലോ അവൻ പറഞ്ഞിരുന്നത്. എന്നാൽ അവനൊരു നോവലിസ്റ്റ് ആവുകയാണ് ചെയ്തത്. ചിലർ അങ്ങനെയാണ്, ഇഷ്ടമല്ലാത്തതായിരിക്കും ചിലപ്പോൾ അവരാവുക. അവസാനം അവൻ ആ നോവൽ എഴുതി വെക്കും, എൻ്റെ 12ാം വയസ്സിൽ എനിക്ക് കിട്ടിയ അതുപോലൊരു സൗഹൃദം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ പിന്നെ കിട്ടിയിട്ടില്ല. എന്നാൽ അപ്പോഴാണ് ഗോഡിയുടെ 2 മക്കൾ അങ്ങോട്ട് ഓടി വന്ന്, അച്ഛാ നമുക്ക് പിക്നിക്കിന് പോകേണ്ടതെന്ന് പറയാം. അതിന് ഗോഡി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. അതിനവർ, അച്ഛൻ അല്ലേലും അങ്ങനെ തന്നെയാ, ഒരു വിചിത്ര സ്വഭാവമാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോകും. അവസാനം കഥയെല്ലാം എഴുതി കഴിഞ്ഞ് ഗോഡി പുറത്തേക്ക് കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലും, പിക്നിക്കിന് പോകണ്ടല്ലേ. എന്നിട്ട് അവരെയും കളിപ്പിച്ച് ഓടി വന്ന് കാറിൽ കയറി അവരെയും കാറിൽ കയറ്റി പിക്നിക്കിന് പോകുന്ന ഗോഡിയെ കാണിച്ചുകൊണ്ട് സ്റ്റാൻഡ് ബൈ മീ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ക്രിസ് ഇല്ലേ, അവൻ്റെ ശരിക്കുള്ള പേരാണ് റിവർ ഫിനിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജോൺ വിക്കിൻ്റെ, അതായത് കിയാനു റീവ്സിൻ്റെ കൂട്ടുകാരൻ. അങ്ങേര് 1993 മരിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിലുള്ളതുപോലെയുള്ള സൗഹൃദം ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. ചെറുപ്പത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവാതിരിക്കാം. അവർ ജീവനോട് ഉണ്ടോ ഇല്ലേ എവിടെയാണ് അതൊന്നും അറിയാത്തൊരവസ്ഥയും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ എനിക്കെന്തായാലും ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒരു ലൈക്ക് കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.